എറണാകുളം ജില്ലയിലെ കൊച്ചി മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. കൊച്ചി കോർപ്പറേഷന്റെ കുറച്ച് വാർഡുകളും 2 പഞ്ചായത്തുകളോട് ചേർന്നാണ്, കുമ്പളങ്ങിയും ചെല്ലാനം പഞ്ചായത്തോട് ചേർന്നാണ് കൊച്ചി മണ്ഡലം. മണ്ഡലത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ UDF ആണ് ഫ്രണ്ടില്. എറണാകുളം ജില്ലയിലെ 90% മണ്ഡലങ്ങളിൽ UDF ആണ് ഫ്രണ്ടിലുള്ളത്. കുന്നത്താട് മാത്രം NDF ഉണ്ടായിരുന്നു. 47,411 വോട്ടാണ് കൊച്ചിയിൽ UDF ഉള്ളത്. 40% വോട്ട് നേടിയിട്ടുണ്ട്. LDFിനും ശക്തമായ പ്രസൻസ് ഉണ്ട് കേട്ടോ, അത്ര പുറകിലല്ല. 34,000 വോട്ട്, ഒരു 13,000 വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. അത് കൂടുതൽ കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 29% ഉള്ളത്. അതേഴ്സ് മറ്റുള്ളതെല്ലാം കൂടെ ഒരു 20,000 വോട്ടുണ്ട്. NDAക്ക് ഒരു 15,000 വോട്ടും ഉണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ പഴയ പാസ്റ്റ് ഇലക്ഷനുകളും സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ 2011 കോൺഗ്രസ് UDF നിലനിർത്തിയ മണ്ഡലമാണ്. 26 ആയപ്പോൾ അത് CPM KJ മാക്സി അദ്ദേഹം ജയിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും 2021 ആയപ്പോൾ വീണ്ടും അത് ആ സിറ്റിംഗ് CPM LDF നിലനിർത്തിയേക്കാണ്. UDFിന്റെ മണ്ഡലം 2016 മുതൽ തുടർച്ചയായി ഈ LDF നേടിക്കൊണ്ടിരിക്കുകയാണ്. 2 ടേമായിട്ട് UDFിന്റെ മേടിച്ചു. അപ്പോൾ പെർസെൻറ്റേജ് 14,000 വോട്ടൊക്കെ നല്ല അത്യാവശ്യം കൺവിൻസിംഗ് ആയിട്ടും ജയിക്കുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 2020 ഷൈനി ആന്റണിയെ മത്സരിച്ച് 19,000 20,000 വോട്ടോളം 2020 അവിടെ പിടിച്ചിരുന്നു. BJP CJ രാജഗോപാൽ 10,000 വോട്ടും പിടിച്ചു, 11,000 വോട്ടും പിടിച്ചു. ഒരു 31,000 വോട്ട് ഇപ്പോൾ സഖ്യമായപ്പോൾ NDAക്ക് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്ക് എന്തായാലും 2026 നോക്കാം. 26 മുഹമ്മദ് ഷിയാസിനാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് അത്ഭുതമായിരുന്നു തന്നെ. ഇവിടെയെല്ലാം ക്രിസ്ത്യൻസ് മത്സരിച്ചുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് മുഹമ്മദ് ഷിയാസ് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് തന്നെയാണ് കോൺഗ്രസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മേ ബി കുറച്ച് മുസ്ലിം വോട്ട് കൂടെ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം. KJ മാക്സി CPMന്റെ സിറ്റിംഗ് MLA തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. 2020 അഡ്വക്കേറ്റ് സേവിയർ ജോലപ്പനെയാണ് നിർത്തിയിരിക്കുന്നത്. BJP 2020ക്കാണ് സീറ്റ് കൊടുത്തത്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ വോട്ട് അനാലിസിസ് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ ഫ്രണ്ടിലാണ്. അത് കൂടാണ്ട് LDFിന്റെ സിറ്റിംഗ് MLA ആണ്. എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും, വോട്ട് കുറയും, ഇങ്ങോട്ട് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് കുറയുകയാണ് ചെയ്തത്. അതേഴ്സിന്റെ NDAയുടെ വോട്ട് ആക്ച്വലി കുറച്ച് കൂടുതൽ. ഇപ്പൊ തന്നെ 30,000 വോട്ട് 2020യും BJPയും കൂടെ കഴിഞ്ഞ തവണ ഉള്ളപ്പോൾ അത് അതിൽ കൂടാനാണ് സാധ്യത. 35,000 40,000 എത്താനുള്ള സാധ്യതയുണ്ട്. ബട്ട് UDF തന്നെ വിജയിക്കുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത്. UDF പ്രത്യേകിച്ച് മുസ്ലിം കാൻഡിഡേറ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ അവിടെ കുറച്ച് വോട്ട് അവരുടെ വരുമായിരിക്കാം. അപ്പോൾ ഒരു ഈസി ആയിട്ട് തന്നെ UDF അവിടെ ജയിക്കണം. ആ വോട്ട് മിക്കാറും പോകുന്ന LDF ക്യാമ്പുകളിൽ നിന്നുള്ള കുറേ വോട്ടുകളായിരിക്കും UDFിലോട്ട് പോകുന്നത്. മുസ്ലിം വോട്ടുകൾ പോകുകയാണെങ്കിൽ കുറച്ച് 2020യും BJPയും കൂടെ പിരിക്കുന്നതും കൂടെ കൂട്ടുകയാണെങ്കിൽ 2ാം സ്ഥാനം കൊച്ചിയിലും NDA എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് LDF മാറുമെന്നാണ് എൻ്റെ അനാലിസിസ്.